അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈനികരുടെ വൻ വരവേൽപ്പ്. സൈനികരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. അതിർത്തിയിലെ സംഘർഷവും നിലവിലെ സ്ഥിതിയും വ്യോമസേന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വിശദീകരിച്ചു. ധൈര്യത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ദൃഷ്ടാന്തമാണ് ഭാരത സൈനികരെന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത്. ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് സൈനികർക്ക് അദ്ദേഹം ആവേശം പകർന്നത്. माता की भारत माता की भारत माता की माता की വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, പഞ്ചാബിലാണ് സന്ദർശനം. പഞ്ചാബിലെ വ്യോമത്താവളത്തിൽ അത് അപ്രതീക്ഷിത സന്ദർശനമാണ്. അതായത് സൈനികരെ നിങ്ങൾ മുന്നോട്ട് പോകൂ, ഞാനൊപ്പമുണ്ടാകും എന്ന കൃത്യമായ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത സന്ദർശനത്തിലൂടെ ഉണ്ടാകുന്നത്, അല്ലേ? കൃഷ്ണ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആദംപൂരിലുള്ള ഈ എയർഫോഴ്സ് സ്റ്റേഷൻ സന്ദർശിച്ചത്. അവിടെ എയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുമായി, സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മുഴുവൻ സൈനിക ഉദ്യോഗസ്ഥരും എയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ കരസേനയുടെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി നിൽക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം രാവിലെ തന്നെ എക്സിൽ പങ്കുവച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം രേഖപ്പെടുത്തിയത് ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങളുടെ ധൈര്യവും അതേപോലെ തന്നെ ദൃഢനിശ്ചയവും നിർഭയത്വവും ഒക്കെ തന്നെ അഭിമാനപൂരിതമാണ്. നമ്മുടെ രാജ്യത്തിനായി നമ്മുടെ സായുധ സേന ചെയ്യുന്ന എല്ലാത്തിനും ഭാരതം എന്നും നന്ദിയുള്ളവരാണ് എന്നുള്ള അഭിക്കുറിപ്പോടുകൂടിയാണ് അദ്ദേഹം ഈ ചിത്രങ്ങൾ പങ്കുവച്ചത്. മാത്രമല്ല അദ്ദേഹത്തെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. നമ്മുടെ ഈ ഭാരതത്തിന്റെ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ കൂടുതലും ഈ ആദംപൂർ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ആദംപൂര്, അതേപോലെ തന്നെ ഉദ്ധംപൂര്, ഒപ്പം തന്നെ പത്താൻകോട്ട്, ഭുജ് എന്നിങ്ങനെ 4 വ്യോമ കേന്ദ്രങ്ങൾ അവർ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിലൊരു വ്യോമ കേന്ദ്രമാണ് ഈ പഞ്ചാബിലെ ജലന്ധറിനടുത്തുള്ള ആദംപൂരുള്ളത്. അവിടെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രത്യേക വിമാനം ഇറങ്ങി അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് വ്യോമ പ്രതിരോധ രംഗത്ത് പ്രവർത്തിച്ച സയന്റിസ്റ്റുകളുമായും അതേപോലെ തന്നെ ജവാന്മാരുമായും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി അവരുടെ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരം തന്ത്രപ്രധാന ഓപ്പറേഷനുകളൊക്കെ തന്നെ നടക്കുമ്പോൾ പ്രധാനമന്ത്രി എപ്പോഴും സൈനികർക്കൊപ്പം എത്തുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ചൈനീസ് അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും സമാനമായ രീതിയിൽ അവിടെ പ്രധാനമന്ത്രി എത്തിയിരുന്നു. അവിടെയും സൈനികർക്ക് ഊർജം നൽകുന്ന വാക്കുകൾ, അതായത് പുല്ലാങ്കുഴലിൽ ഊതുന്ന ശ്രീകൃഷ്ണനെ മാത്രമല്ല ഭാരതീയർ ആരാധിക്കുന്നത്, മറിച്ച് സുദർശന ചക്രമേന്തി നിൽക്കുന്ന ഭഗവാനെയും ആരാധിക്കുന്നു എന്നുള്ള അത്തരത്തിൽ സൈനികർക്ക് പ്രചോദനം നൽകുന്ന വാക്കുകൾ എക്കാലവും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. എല്ലാ ദീപാവലി ദിനങ്ങളിലും അദ്ദേഹം സൈനികരോടൊപ്പമാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിന്റെ മുന്നിലും പിന്നിലും നിന്ന് അതിന്റെ വിജയകരമായ പ്രവർത്തനത്തെ നയിച്ച മുഴുവൻ സൈനിക ഉദ്യോഗസ്ഥർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവരെ നേരിട്ട് കാണാനെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബിലെ വ്യോമത്താവളത്തിലെത്തി സൈനികരെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു പ്രധാനമന്ത്രി. ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് അദ്ദേഹത്തെ വരവേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.